മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ഞാൻ ചെയ്യുകയാണ്. കാരണം എല്ലാ വിഷയങ്ങളെയും നമ്മൾ തൊടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കേരളത്തിൽ യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിൽ ആരംഭിച്ചപ്പോൾ അവർ 56 വയസ്സാണ് നമ്മുടെ പെൻഷൻ പ്രായം. സർക്കാരിൻ്റെ പെൻഷൻ പ്രായമാണ് 56 വയസ്സ്. 56 വയസ്സിൽ അക്കാഡമിക് യോഗ്യതയുള്ളവരും PhD ഉള്ളവരും ഒക്കെ പ്രൊഫസർമാരൊക്കെ ഇറങ്ങി പോകുന്നു, HODമാരൊക്കെ പോകുന്നു. അതുകൊണ്ട് ഗവേഷണം കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കി UGC ഒരു നിയമം കൊണ്ടുവന്നു. ഡിപ്പാർട്ട്മെൻറ്റുകൾ തുറക്കാം. അവിടെ 60 വയസ്സാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ തുറന്നാൽ അവർക്ക് ഒരു ജോലി കോളേജിൽ പഠിപ്പിക്കുക. BA BSc BCom കാര്യങ്ങളൊന്നും BBA അതൊന്നും ഇല്ല അവിടെ. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇല്ല അവിടെ. പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം മാത്രമേ ഉള്ളൂ അവിടെ. UG പ്രോഗ്രാമില്ല, PG പ്രോഗ്രാമേ ഉള്ളൂ. അപ്പോൾ ആ പ്രോഗ്രാമുകളിൽ ചിലയിടത്ത് MA MSc MCom MPhil MBA അങ്ങനത്തെ കോഴ്സുകൾ MSW അങ്ങനത്തെ കോഴ്സുകളേ ഉള്ളൂ. പിന്നെ MPhil നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. അതിന് പകരം PhD ആണുള്ളത്. എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രധാന ജോലിയാണ് ഗവേഷണം നടത്തുക എന്നുള്ളത്. അതിനാണ് PhDക്കാരെയൊക്കെ വേണം, PhD ഒക്കെ വേണം നിർബന്ധമാക്കി. UGC ഒക്കെ നെറ്റ് വേണം, PhD വേണം. അങ്ങനെയാണ് കേരളത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കാര്യവട്ടം എടുത്തു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റോ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റോ അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അക്വാട്ടിക് ബയോളജി അവിടെ ഇരുന്നൊരു ഡോക്ടർ ബിജു ആണ് ഇപ്പം കുഫോസിൻ്റെ VC. അങ്ങനെ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു പ്രധാന ജോലി ഗവേഷണം കൂടി ചെയ്യുക എന്നുള്ളതാണ്, റിസർച്ച് സ്റ്റഡീസ്. എന്നാൽ ജനകീയ ആസൂത്രണമൊക്കെ വന്നതിന് ശേഷം നമ്മൾ കുറേ കാലമായി എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഗവേഷണ പ്രോജക്റ്റുകൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏറ്റെടുക്കണം. എന്നാൽ വളരെ അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനം കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട്. കണ്ണൂരിൻ്റെ അവിടെ ആനന്ദതീർത്ഥം ക്യാമ്പസിലുള്ള, അതായത് പയ്യന്നൂർ ക്യാമ്പസിലുള്ള ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റ്, ഭൂമിശാസ്ത്ര ഡിപ്പാർട്ട്മെൻറ്റ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് രത്നകുമാരി മറ്റുമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ PP ദിവ്യ മാറിയല്ലോ, മറ്റേ നവീൻ ബാബു കേസിൽ മാറിയപ്പോൾ CPMൻ്റെ രത്നകുമാരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ജില്ലാ പ്രസിഡന്റ്. അവരുമായി ഒരു എഗ്രിമെൻറ്റ് MOU വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. കണ്ണൂർ ജില്ലയിലെ തീരപ്രദേശത്ത് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് പ്രളയത്തിന് ശേഷം ഓഖി, പ്രളയം, സുനാമി, ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ വന്നതിന് ശേഷം കണ്ണൂരിലെ തീരപ്രദേശങ്ങളെ സംബന്ധിക്കുന്ന ഒരു നല്ല പഠനം നടത്തുന്നതിനുള്ള ഒരു പ്രോജക്റ്റ് വെച്ചിരിക്കുന്നു. 6 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴത്തെ HOD ആയിട്ടുള്ള ഡോക്ടർ പ്രസാദാണ്, TK പ്രസാദാണ് അതിൻ്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. പിന്നെ ഡോക്ടർ G ജയപാൽ ഉണ്ട് അവിടെ, നേരത്തെ HOD ആയിരുന്നിട്ടുള്ള ഡോക്ടർ G ജയപാൽ അവിടുത്തെ പിന്നെ പ്രൊഫസർ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫൊക്കെ ഉണ്ട് അവിടെ, ഒത്തിരി സ്റ്റാഫൊക്കെ ഉള്ള നല്ലൊരു ക്യാമ്പസാണ്. അവർ ഇപ്പോൾ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ പ്രസാദിൻ്റെയും ഡോക്ടർ ജയപാലിൻ്റെയും പിന്നെ അവിടെയുള്ള ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ മനോഹരമായ റിപ്പോർട്ട് ഉണ്ടാവട്ടെ. അപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് ജില്ലാ പഞ്ചായത്ത് ഈ പ്രോജക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചും AI ഉപയോഗിച്ചും GIS ഉപയോഗിച്ചും റിമോട്ട് സെൻസിങ് ഉപയോഗിച്ചും ഒക്കെ ആയിരിക്കും ചെയ്തു കൊടുക്കുന്നത് ആ ഡേറ്റ. പക്ഷേ നിങ്ങൾ ഫീൽഡ് ഡേറ്റയ്ക്കും കൂടി പ്രാധാന്യം കൊടുക്കുക, ജനങ്ങളുടെ കാര്യങ്ങൾ കൂടി നടത്തുന്ന സർവേകൾ നടത്തിക്കുക. മൂന്നാമത്തെ കാര്യം, വളരെ പ്രധാന കാര്യം, മലയാളത്തിൽ റിപ്പോർട്ട് കൊടുക്കുക. നിങ്ങൾ ഇംഗ്ലീഷിൽ റിപ്പോർട്ട് കൊടുത്തതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് ഒന്നും ചെയ്യാനില്ല. ആയിരക്കണക്കിന് റിപ്പോർട്ടുകൾ കേരളത്തിൽ കിടപ്പുണ്ട്, ഒരുപാട് ഇൻ്റർനാഷണൽ റിപ്പോർട്ടുകൾ കിടപ്പുണ്ട്, സയൻസ് പേപ്പറുകൾ കിടപ്പുണ്ട്. ഒരു കാര്യമില്ല. ഇത് കീറാമുട്ടിയാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ അവർക്കൊന്നും ചെയ്യാനില്ല. അവരിത് വളരെ ഹൈലി ടെക്നിക്കലായ റിപ്പോർട്ടാണെങ്കിൽ അവർ തൊടാൻ പോണില്ല. നല്ല കളർ റിപ്പോർട്ട്, നിങ്ങൾക്ക് 6 ലക്ഷം രൂപ കിട്ടും, പ്രോജക്റ്റ് വയ്ക്കും, നിങ്ങൾ നന്നായി പഠിച്ചു കൊടുക്കും, നല്ല റിപ്പോർട്ട് വരും, അത് കളർ ബൈൻഡിങ് ചെയ്യും, നല്ല ബുക്കാക്കും, നിങ്ങൾ കൊടുക്കും, വലിയ ഫംഗ്ഷൻ നടത്തും. ചിലപ്പോൾ മന്ത്രിയൊക്കെ വന്നിട്ട്, മുഖ്യമന്ത്രി വരെ വന്ന് ഉദ്ഘാടനമൊക്കെ നടത്താം കണ്ണൂരായതുകൊണ്ട്. പക്ഷേ അതിനപ്പുറം ഒന്നും നടക്കില്ല. ചങ്കരം പിന്നെയും തെങ്ങിലാന്ന് പറയാൻ പറ്റത്തില്ല. തെങ്ങ് തന്നെ കാണാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുക. അതിൻ്റെ ഒരു അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നു. പിന്നെ കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിങ് സെൻറ്റർ, ലാൻഡ് യൂസ് ബോർഡ്, അതുപോലെ CWIRDM, അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ, പിന്നെ കുഫോസ്, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ആൾറെഡി. ഈ റിപ്പോർട്ടുകളും കൂടി ശേഖരിച്ചുകൊണ്ട് വളരെ മനോഹരമായ മലയാളത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ പോലെ റിപ്പോർട്ട് തയ്യാറാക്കി, അതിൻ്റെ ആക്ഷൻ പ്ലാൻ പോലാണ്. ഇപ്പോൾ ഇഷ്യൂസ് ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നത്, അതിൽ നിന്നൊരു സൊല്യൂഷനും കൂടി വന്നുകൊണ്ടുള്ള വളരെ മനോഹരമായ റിപ്പോർട്ട് ഉണ്ടാകട്ടെ. എന്തായാലും ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു തുടക്കം ഒരു ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ചെയ്യുന്നത് വളരെ മനോഹരമാണ്. ഇതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അതാത് ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിന് വേണ്ടിയും, താഴോട്ട് വരുമ്പോൾ കോളേജുകളിലുള്ള ആളുകൾ സർവേ പോലുള്ള കാര്യങ്ങൾക്ക്, എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഇത് മാതൃകയാക്കാവുന്നതാണ്. സർവേ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റ് ബ്ലോക്ക് പഞ്ചായത്തായിട്ട്, ജില്ലാ പഞ്ചായത്തായിട്ട്, ഗ്രാമപഞ്ചായത്ത് ആയിട്ട് ചേർന്ന് ചെയ്യാവുന്നതാണ്. +2 സ്കൂളിലെ ജിയോഗ്രഫി അധ്യാപകർക്കും, അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി പോലുള്ള, അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെ അധ്യാപകർക്കും, MSW ഒക്കെ പഠിപ്പിക്കുന്ന, BSW പോലൊക്കെ പഠിപ്പിക്കുന്ന അത്തരം അധ്യാപകർക്ക്
മറ്റ് പ്രോജക്റ്റുകൾ പഞ്ചായത്തിൽ സഹായിക്കാൻ പറ്റും. അവർക്ക് പൈസ വെച്ചാൽ അപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെത് സ്കൂൾ ലെവലിൽ നടക്കട്ടെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതും ജില്ലാ പഞ്ചായത്തിൻ്റെതും കോളേജ് ലെവലിലും ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിലും നടക്കട്ടെ. മനോഹരമാണ്, സുന്ദരമാണ്. പ്രോജക്റ്റ് നന്നായി പെട്ടെന്ന് തന്നെ സഫലീകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ മാതൃക കേരളമാകെ തുടരട്ടെ. ഇത്തരമൊരു ഇനിഷ്യേറ്റീവ് എടുത്ത കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ HOD TK പ്രസാദിനും ഡോക്ടർ ജയപാലിനും അവിടെയുള്ള എല്ലാ ഫാക്കൽറ്റികൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു പ്രത്യേകം ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പ്രോജക്റ്റ് നന്നായി നടക്കട്ടെ. അവരെ വിശ്വസിച്ചുകൊണ്ട് പൈസ 6 ലക്ഷം രൂപ മാറ്റിവെക്കാൻ തീരുമാനിച്ച ജില്ലാ പഞ്ചായത്തിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു.